കേരളത്തിൻ്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ പോലീസ് തടഞ്ഞു. സർക്കാർ അനുമതിയില്ലാതെ പരിപാടി നടത്താനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരിപാടി തടഞ്ഞത്. സംഘാടക സമിതി വിവിധ വകുപ്പുകൾക്ക് അനുമതിക്കായി അപേക്ഷ നൽകിയിരുന്നു. ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെയാണ് മലപ്പുറം തിരുനാവായയിൽ മഹാമാഘ മഹോത്സവം നിശ്ചയിച്ചത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വിഷയത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. അതായത് പോലീസ് അനുമതി നൽകില്ല, അല്ലെങ്കിൽ സർക്കാർ പരിപാടി നടത്താൻ അനുവദിക്കില്ല എന്ന കിംവദന്തികൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് സംഘാടകർ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചിരുന്നു. മുഖ്യമന്ത്രി കാണാൻ കൂട്ടാക്കിയില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ സംഘാടകർ കണ്ടിരുന്നു. അപ്പോഴും അറിയിച്ചിരുന്നു, കാരണം ഇങ്ങനെയൊരു പരിപാടിക്ക് അനുമതി നൽകാൻ ആവില്ല, അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നതാണ്. സംഘാടകരിൽ ചിലർ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് നേരത്തെ തന്നെ മഹാമാഘ മഹോത്സവം അത് പൊളിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സർക്കാർ മുന്നോട്ട് നീങ്ങിയതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ വേദി മലപ്പുറമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ മലപ്പുറത്ത് ഇങ്ങനെയൊരു പരിപാടിക്ക്, കുംഭമേളയ്ക്ക് അനുമതി കൊടുത്താൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയൊക്കെയാണ് ഇപ്പോൾ അനുവദിക്കാതിരിക്കുന്നത്. പക്ഷേ എന്ത് കാരണം എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. അനുവദിക്കാനാവില്ല എന്ന് മാത്രം പറയുന്നു, അല്ലെ അനുമതി നൽകാനാവില്ല എന്ന് പറയുന്നു. പക്ഷേ കൃത്യമായും വ്യക്തമായും കാരണങ്ങൾ നിരത്താൻ പോലീസ് തയ്യാറാകുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ സംഘാടകർ മാധ്യമപ്രവർത്തകരെ കാണുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നത്? അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിന് ഈ മഹാമാഘ മഹോത്സവത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ളത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം പറയാതെ അതിനെ അലങ്കോലപ്പെടുത്താനുള്ള ബോധപൂർവമായ ഒരു ശ്രമം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയമായിട്ട് ഉയരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടെയാണ് ഇത്തരത്തിൽ മലപ്പുറത്തെ തിരുനാവായയിൽ മഹാമാഘ മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് റവന്യൂ അധികൃതരും പോലീസുകാരും ഒക്കെ എത്തിയ പ്രവർത്തികളെ തടയുന്ന സ്ഥിതി ഉണ്ടായത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഭാരതപ്പുഴയിൽ താൽക്കാലിക പാലം നിർമ്മിച്ചു. അതുപോലെ തന്നെ സ്നാനഘട്ടുകൾ വിവിധ ഭാഗങ്ങളിലായിട്ട് ഏക്കർ കണക്കിന് സ്ഥലത്ത് സ്നാനഘട്ടുകൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ പന്തൽ നിർമ്മിക്കുന്നതിൻ്റെ പ്രവർത്തികളിലേക്കൊക്കെ കടക്കാനിരിക്കുകയാണ്. ഇത്തരത്തിൽ റവന്യൂ അധികൃതരും അതുപോലെ തന്നെ പോലീസും എത്തി ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളെ തടയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സ്റ്റോപ്പ് മെമ്മോ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ഈ ഒരു മഹാമാഘ മഹോത്സവത്തിൻ്റെ പ്രവർത്തികളെ തടഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അവർ ഇതുമായി ബന്ധപ്പെട്ട് ഈ മഹാമാഘ മഹോത്സവം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് അവിടെ നടത്തുന്ന പരിപാടിയല്ല. നേരത്തെ തന്നെ കൃത്യമായിട്ട് അറിയിച്ചിരുന്നു. ADM-ഉമായിട്ട് മീറ്റിംഗ് നടത്തിയിരുന്നു. കലക്ടറെ പലതവണ കണ്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അനുമതിക്ക് വേണ്ടി ജില്ലാ പോലീസ് മേധാവിക്ക് അതുപോലെ തന്നെ ഫയർഫോഴ്സിലെ വിവിധ വകുപ്പുകളിലൊക്കെ കൃത്യമായിട്ട് അനുമതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ നീക്കങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഒരു വകുപ്പിൽ നിന്നും കൃത്യമായ മറുപടി നൽകിയേ ഇല്ല എന്നുള്ളതാണ്. കലക്ടറെയൊക്കെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടേ ഇരുന്നപ്പോൾ എല്ലാം ശരിയായിരിക്കും, ആ പരിപാടി ആകുമ്പോഴേക്കും എല്ലാ അനുമതികളും കിട്ടും, പരിപാടി നടത്താൻ കഴിയും എന്ന തരത്തിലൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടായി എന്നതൊഴിച്ചാൽ പിന്നീട് ഈ ഫയലുകൾ ഒന്നും കൃത്യമായിട്ട് നീക്കുകയോ ഈ അനുമതിയുമായി ബന്ധപ്പെട്ടുള്ള പേപ്പറുകൾ തരപ്പെടുത്തി നൽകുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. തിരുനാവായിലെ പഞ്ചായത്ത് ഉൾപ്പെടെ ഈ പരിപാടിക്ക് പൂർണ്ണ പിന്തുണയുമായിട്ട് രംഗത്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വിവിധ വകുപ്പുകളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് അനുമതി സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ഒരു നീട്ടിക്കൊണ്ടുപോകലുണ്ടായത്. ആദ്യഘട്ടത്തിൽ ADM ഉൾപ്പെടെയുള്ള ആളുകൾ മീറ്റിംഗൊക്കെ വിളിച്ചു ചേർത്തെങ്കിലും പിന്നീട് എന്തുകൊണ്ട് അനുമതി നൽകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കാണെന്നായിരുന്നു പറഞ്ഞത്. അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കായിരുന്നു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു. അതിനുശേഷവും കൃത്യമായിട്ട് അനുമതി സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ഒരു നീട്ടിക്കൊണ്ടുപോകൽ ബോധപൂർവമായി ഉണ്ടായി എന്നുള്ളതാണ്. അതിനുശേഷമാണ് യാതൊരു തരത്തിലും ഇതിൽ ബോധപൂർവം ഈ പരിപാടി നടത്തേണ്ട എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയുള്ള ഇടപെടൽ
ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, വിവിധ വകുപ്പുകളുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള സംശയം സംഘാടകരെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു. ആ പശ്ചാത്തലത്തിലായിരുന്നു അവർ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ നേരിൽ കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയത്. ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെ കാണാൻ കഴിഞ്ഞുള്ളൂ, മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴും കൃത്യമായ ഒരു മറുപടി ഈ വിഷയത്തിൽ നൽകിയില്ല എന്നുള്ളതാണ്. ഇപ്പോഴേതായാലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ തടഞ്ഞുകൊണ്ട് ഈ സംഘാടകരിൽ ഒരാൾ എന്നോട് പറഞ്ഞത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും അവർ കണ്ടിരുന്നു. ഗോവിന്ദൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പാർട്ടിക്ക് താല്പര്യമില്ല എന്നാണ്, CPM-ന് താല്പര്യമില്ല. അതായത് അജണ്ട വ്യക്തമാണ്. ഹൈന്ദവരുടെ ഒരു പരിപാടി, അതും കുംഭമേളയ്ക്ക് സമാനമായിട്ടുള്ള ഒരു പരിപാടി നടത്താൻ സമ്മതിക്കില്ല എന്ന അജണ്ട, അതായത് സനാതന ധർമ്മം അത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു പരിപാടിയും ഇവിടെ നടത്താൻ, ഈ കേരളത്തിൽ നടത്താൻ സമ്മതിക്കില്ല എന്ന ഇടതുമുന്നണി സർക്കാരിൻ്റെ വിശിഷ്യ CPM-ൻ്റെ അജണ്ടയല്ലേ ഇതുവഴി പുറത്തു വരുന്നത്? അല്ലെങ്കിൽ കാരണം പറയണ്ടേ? ഇങ്ങനെ ഒരു പരിപാടി നടത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരുപക്ഷെ വർഗീയമായിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും എന്ന് ചൂണ്ടിക്കാട്ടി ഒരു നോട്ടീസ് നൽകുകയല്ലേ വേണ്ടത്? പക്ഷേ കാരണങ്ങൾ വ്യക്തമാക്കുന്നില്ല, ഒഴിഞ്ഞു മാറുന്നു. പക്ഷേ ആത്യന്തികമായി നമുക്കൊക്കെ അറിയാം. കാരണം ആചാര അനുഷ്ഠാനങ്ങളുടെ കടയ്ക്ക് കത്തിവെക്കുന്ന ഒരുപാട് നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള, നയസമീപനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഇടതുമുന്നണി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കുംഭമേള അത് തിരുനാവായിൽ നടത്തിക്കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് അവർ ഊതിപ്പെരിപ്പിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെയുണ്ട്. പക്ഷേ സ്വാഭാവികമായും അവർക്ക് വലിയൊരു തിരിച്ചടിയാകും എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയല്ലേ ഇതിനിപ്പോൾ വിലക്ക് ഇട്ടിരിക്കുന്നത്. അനിൽ നമ്പ്യാർ, തീർച്ചയായിട്ടും ഈ കുംഭമേളയൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം അവിടെയൊക്കെ ഒരു ഹൈന്ദവ ഏകീകരണം ഉണ്ടാവും, അല്ലെങ്കിൽ ഹൈന്ദവ ജനത ഒന്നടങ്കം ഒത്തുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ CPM-ൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഇതിനെ തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നത് എന്ന് വേണം കരുതാൻ. കാരണം കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ കുംഭമേള എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഈ ഒരു മഹാമാഘ മഹോത്സവത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഏതെങ്കിലും ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നടക്കുന്ന പരിപാടിയല്ല എന്നുള്ളതാണ്. കാരണം ഇത് മുൻപ് നമ്മളുടെ ഏകദേശം 250 വർഷം മുൻപൊക്കെ വലിയ വിപുലമായിട്ട്, സാമൂതിരിയുടെയൊക്കെ കാലത്ത് വലിയ വിപുലമായിട്ട് ആഘോഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ഉത്സവമാണ് എന്നുള്ളതാണ്. അങ്ങനെ ആഘോഷിക്കപ്പെട്ടിട്ടുള്ള ആ ഉത്സവം പിന്നീട് ബ്രിട്ടീഷുകാരൊക്കെ വന്നതോടുകൂടെയാണ് അതിൻ്റെ പ്രൗഢിയോടുകൂടി നടത്തുന്നത് തടയുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് പോയതും പിന്നീട് അത് കാലക്രമേണ അത്ര പ്രൗഢിയോടുകൂടി അല്ലാതെ നടക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ്. ഏതായാലും ഭാരതത്തിൽ ഏറ്റവും ഒടുവിൽ നടന്ന പ്രയാഗ്രാജിലെ കുംഭമേളയിലും മറ്റുമൊക്കെ നമ്മൾ കണ്ടതാണ്, കേരളത്തിൽ നിന്നുൾപ്പെടെ വിശ്വാസി സമൂഹമാണെങ്കിലും മറ്റുമൊക്കെ ഒഴുകി എത്തുന്ന സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വിശ്വാസികളൊക്കെ ഇത്തരത്തിൽ ഉത്തരേന്ത്യയിൽ പോയി അവിടുത്തെ കുംഭമേളയിലും മറ്റു പരിപാടികളിലും ഒക്കെ പങ്കെടുക്കുമ്പോൾ കേരളത്തിൽ ഇത്തരം ഒരു ആചാരമുണ്ട്, അനുഷ്ഠാനമുണ്ട് എന്ന് ഹൈന്ദവ ജനതയ്ക്ക് പോലും പലർക്കും അറിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതാണ് മഹാമണ്ഡലേശ്വർ സ്വാമിജിയുടെയൊക്കെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു കുംഭമേള കേരളത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് വലിയ വിപുലമായി ആഘോഷിച്ചിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹൈന്ദവ സമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തുക മാത്രമല്ല, അത് മുമ്പ് എത്ര പ്രൗഢിയോട് നടത്തിയോ ആ പ്രൗഢിയോടുകൂടെ തന്നെ വീണ്ടും നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് എന്നുള്ളതാണ്. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയല്ല, കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് ഇതിനുവേണ്ടിയുള്ള പ്രവർത്തികൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സർക്കാരിന് അഥവാ ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അന്നേ ഏതെങ്കിലും തരത്തിൽ ഇത് നടത്താൻ പറ്റില്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ 18-ാം തീയതി മുതൽ കുംഭമേള ആരംഭിക്കാനിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ വന്ന് ഇത്തരത്തിൽ തടയുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളത് അത് ബോധപൂർവം കുംഭമേളയെ അല്ലെങ്കിൽ മഹോത്സവത്തെ തടയുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഹൈന്ദവ സമൂഹം ഇത് എന്തായാലും തങ്ങൾ ഈ ഒരു മഹാമാഘ മഹോത്സവം നടത്തുമെന്നുള്ള നിശ്ചയത്തിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. സർക്കാരിൻ്റെ അനുമതി നൽകിയില്ല എങ്കിൽ ഹൈന്ദവ ജനത ഒന്നടങ്കം സുപ്രീം കോടതിയെ ഉൾപ്പെടെ സമീപിച്ചാണെങ്കിലും അനുമതി വാങ്ങിയെടുത്ത് ഈ പരിപാടി സംഘടിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളൊക്കെ ഇതിനോടകം തന്നെ പ്രതികരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും 19-ാം തീയതിയാണ് കേരളത്തിൻ്റെ ഗവർണർ ഈ ഒരു മഹാമാഘ മഹോത്സവത്തിന് കൊടിയുയർത്താൻ വേണ്ടി നിശ്ചയിച്ചിരുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഭാരതപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് അത് തമിഴ്നാട്ടിലെ ത്രിമൂർത്തി മലയിൽ നിന്നാണ്. ആ ത്രിമൂർത്തി മലയിൽ നിന്ന് തുടങ്ങി ഈ തിരുനാവായിലേക്ക് വരുമ്പോൾ നമുക്കറിയാം തിരുനാവായിലെ നാവാമുകുന്ദ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. അവിടുത്തെ ആ ത്രിമൂർത്തി സ്ഥാനത്തേക്ക് വരെ ഒരു രഥയാത്ര ഉൾപ്പെടെ വിവിധ പരിപാടികൾ ഈ മഹാമാഘ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. ആ
നിശ്ചയിച്ച പരിപാടികളൊക്കെ അതേ പ്രൗഢിയോടുകൂടെ തന്നെ തങ്ങൾ ഏത് തരത്തിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത് അത്തരത്തിൽ തന്നെ നടത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ സംഘാടകർ വാർത്താസമ്മേളനം 4 മണിയോടെ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതിയുടെ നേതൃത്വത്തിലായിരിക്കും വാർത്താസമ്മേളനം ഉണ്ടാവുക. എന്തായിരിക്കും തുടർ പ്രവർത്തനങ്ങൾ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായി അദ്ദേഹം പ്രതികരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കേരളത്തിലെ ഹൈന്ദവ ജനതയെ ഒന്നടങ്കം വെല്ലുവിളിക്കുന്ന ഒരു നീക്കത്തിലേക്കാണ് സർക്കാർ കടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മുമ്പ് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളെയൊക്കെ തകർത്ത ഏത് സർക്കാരാണോ അതേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് മറ്റൊരു നൂറ്റാണ്ടുകൾക്ക് മുൻപ് വലിയ പ്രൗഢിയോടുകൂടി ആഘോഷിച്ചിരുന്ന ആ ഒരു ഉത്സവം വീണ്ടും പ്രൗഢിയോടുകൂടി ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് സംഘാടകർ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രതിഷേധം ഉയരാനുള്ള സാധ്യത കൂടി കാണുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ നിമിഷം പറയാനുള്ളത്. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടെയാണ് റവന്യൂ വകുപ്പ് അധികൃതരും പോലീസും ഉൾപ്പെടെ എത്തി തിരുനാവായിയിൽ ഈ മഹാമാഘ മഹോത്സവത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് സ്റ്റോപ്പ് മെമ്മോ നൽകി അവിടെ ഇനി ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുത് എന്നുൾപ്പെടെ പറഞ്ഞുകൊണ്ട് അതിനെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സർക്കാർ അനുമതിയില്ല, അതുകൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി തുടരരുത് എന്നുള്ളതാണ് പോലീസും റവന്യൂ അധികൃതരും പറഞ്ഞത് എന്നുള്ളതാണ് സംഘാടകർ പറയുന്നത്. യെസ്, മഹാമാഘ മഹോത്സവത്തിൻ്റെ സംഘാടകർ ഇനി എന്ത് പറയും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കേരളത്തിൻ്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ പോലീസ് തടഞ്ഞു. സർക്കാർ അനുമതിയില്ലാതെ പരിപാടി നടത്താനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരിപാടി തടഞ്ഞത്. സംഘാടക സമിതി വിവിധ വകുപ്പുകൾക്ക് അനുമതിക്കായി അപേക്ഷ നൽകിയിരുന്നു. ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെയാണ് മലപ്പുറം തിരുനാവായയിൽ മഹാമാഘ മഹോത്സവം നിശ്ചയിച്ചത്. അരുൺ ആലത്തൂരാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.